തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ചികിത്സ കിട്ടാതെ രോഗി മരിച്ച സംഭവത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു. യൂത്ത് കോൺഗ്രസ് നേതാവ് വിഷ്ണു സുനിൽ പന്തളത്തിന്റെ പരാതിയിലാണ് കേസ്. കൊല്ലം പന്മന സ്വദേശി വേണുവാണ് മരിച്ചത്. അടിയന്തര ആൻജിയോഗ്രാമിന് പ്രവേശിപ്പിച്ച രോഗി ചികിത്സ കിട്ടാതെ മരിച്ചു എന്നാണ് പരാതി. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് മനോജ് ചേരുകയാണ്. മനോജ്, വളരെ നിർണായകമായ ഒരു അപ്ഡേറ്റ് ആണ് ലഭിക്കുന്നത്. വേണുവിന്റെ മരണം, അദ്ദേഹം ചികിത്സ കിട്ടാതെ മരിച്ച സംഭവം വലിയ വാർത്തയായതാണ്. എന്തായാലും വിഷയത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടൽ നടത്തുകയാണ്, കേസെടുത്തിരിക്കുകയാണ്. പറയൂ മനോജ്. തീർച്ചയായും ഈ പന്മന സ്വദേശിയായിട്ടുള്ള വേണുവാണ് മെഡിക്കൽ കോളേജിൽ ഈ ചികിത്സയിലായിരുന്നപ്പോൾ ഇത്തരത്തിൽ ആശുപത്രി അധികൃതരുടെ അനാസ്ഥ കാരണം ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നത്. അന്ന് അദ്ദേഹം തന്നെ ഈ ഓഡിയോ സന്ദേശങ്ങളിലൂടെ ആശുപത്രിയിൽ തനിക്ക് നേരിടേണ്ടി വന്ന അനുഭവങ്ങളെ പറ്റിയൊക്കെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കുമൊക്കെ ആ കാര്യം വ്യക്തമാക്കിക്കൊണ്ട് ഓഡിയോ സന്ദേശങ്ങൾ അയച്ചിരുന്നു. അതിനു പിന്നാലെയാണ് ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും അന്വേഷണ സംഘം വീട്ടിലെത്തി ഈ വേണുവിൻ്റെ ഭാര്യയിൽ നിന്നടക്കം മൊഴി ശേഖരിച്ചത്. ഈ ഒരു സാഹചര്യത്തിൽ, അതായത് കൃത്യമായും ഒരു അനാസ്ഥ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്, ഡോക്ടർമാരുടെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട് എന്നുള്ള പരാതിയിൽ തന്നെയാണ് ഇപ്പോൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ കേസെടുത്തിരിക്കുന്നത്. ഒരു പൊതുപ്രവർത്തകൻ നൽകിയിട്ടുണ്ടായിരുന്ന പരാതിയിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിട്ടുള്ളത്. എന്തായാലും വേണുവിനെ പറ്റി നേരത്തെ തന്നെ നമ്മൾ വാർത്ത നൽകിയതാണ്. അതായത് കൊല്ലത്ത് നിന്നും അത്യാവശ്യമായി ആൻജിയോഗ്രാം ഒക്കെ ചെയ്യുവാൻ വേണ്ടിയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചത്. തുടർന്ന് അവിടെ 5 ദിവസം ആൻജിയോഗ്രാം പോലും ചെയ്യാതെ അവിടെ കിടക്കേണ്ടി വന്നു. നിലത്താണ് കിടന്നത് എന്നുള്ള വിവരം വരെ പുറത്തേക്ക് വന്നിരുന്നു. അത്തരത്തിലൊരു സാഹചര്യത്തിൽ അവിടെയുള്ള ആശുപത്രി അധികൃതരോട് വേണുവിൻ്റെ കുടുംബാംഗങ്ങളടക്കം ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അതൊന്നും തന്നെ കൃത്യമായിട്ടുള്ള ചികിത്സ ലഭിച്ചില്ല എന്നുള്ള പരാതി തന്നെയാണ് വേണുവിൻ്റെ ഭാര്യ അടക്കം പിന്നീട് അത് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി. വേണു അന്ന് സുഹൃത്തിനും ബന്ധുക്കൾക്കും അയച്ച സന്ദേശത്തിൽ പറയുന്നത് ആരും, അതായത് ഒരു സാധാരണക്കാരനും ഇങ്ങോട്ടേക്ക് ഇത്തരത്തിൽ എത്തരുത് എന്നുള്ളതാണ്. കാരണം ഈ ഒരു അവസ്ഥ വരരുത് എന്നുള്ളതാണ്. അതായത് രോഗി ചികിത്സ കിട്ടാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മരിച്ച സംഭവത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. മനോജാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.